ഒരു മലയാള സിനിമ നേടുന്ന അപൂർവ വിജയമാണ് ഉണ്ണി മുകുന്ദൻ നായകനായ മാർക്കോ നേടിക്കൊണ്ടിരിക്കുന്നത്. മലയാളത്തിലെ മോസ്റ്റ് വയലന്റ് ചിത്രം എന്ന വിശേഷത്തോടെ ക്രിസ്മസ് റിലീസായി ഈ മാസം 20-ന് തിയേറ്ററിലെത്തിയ ചിത്രമാണ് മാർക്കോ. മലയാളത്തിനൊപ്പം ഹിന്ദി പതിപ്പും ഇതേ ദിവസം പ്രദർശനം ആരംഭിച്ചിരുന്നു. മലയാളി പ്രേക്ഷകർക്കിടയിൽ വിശേഷിച്ച് യുവാക്കൾക്കിടയിൽ ആദ്യ ദിനം തന്നെ ട്രെൻഡായ ചിത്രം പതിയെ ഉത്തരേന്ത്യൻ സിനിമാ പ്രേമികളും ഏറ്റെടുക്കുകയായിരുന്നു. എന്നാൽ ചിത്രത്തിന്റെ ജൈത്രയാത്ര അവസാനിക്കുന്നില്ല. മാർക്കോയുടെ തെലുങ്ക്, തമിഴ് പതിപ്പുകൾ വരും ദിനങ്ങളിൽ തിയേറ്ററുകളിൽ എത്തും. ഇതിൽ ആദ്യം എത്തുന്നത് തെലുങ്ക് പതിപ്പാണ്. ജനുവരി 1-നാണ് ചിത്രത്തിന്റെ റിലീസ്. ഇപ്പോഴത്തെ തെലുങ്ക് പതിപ്പിന്റെ സ്ക്രീൻ കൗണ്ട് പുറത്തുവിട്ട് വിതരണക്കാർ. ആന്ധ്രയിലും തെലങ്കാനയിലുമായി 300-ലധികം സ്ക്രീനുകളിലാണ് ചിത്രം പ്രദർശനം ആരംഭിക്കുക. നേരത്തെ മലയാളം, ഹിന്ദി പതിപ്പുകൾ തെലുങ്ക് സംസ്ഥാനങ്ങളിൽ പ്രദർശനത്തിന് ഉണ്ടായിരുന്നു. ഹിന്ദി പതിപ്പിന് ലഭിച്ചതുപോലെ സ്വീകാര്യത തെലുങ്ക് പതിപ്പിന് ലഭിക്കുമോ എന്ന കാത്തിരിപ്പിലാണ് അണിയറക്കാർ. തെലുങ്കിലും സ്വീകാര്യത ലഭിക്കുന്ന പക്ഷം ചിത്രത്തിന് അത് വലിയ നേട്ടമാവും. ഈ വർഷം ഫെബ്രുവരിയിൽ പുറത്തെത്തിയ പ്രേമലുവിന്റെ തെലുങ്ക് പതിപ്പ് മികച്ച ബോക്സ് ഓഫീസ് നേട്ടം ഉണ്ടാക്കിയിരുന്നു. തെലുങ്ക് പതിപ്പിന്റെ കളക്ഷനിൽ പ്രേമലുവിനെ മറികടക്കാൻ മാർക്കോയ്ക്ക് സാധിക്കുമോ എന്നതാണ് കൗതുകമായ മറ്റൊരു ചോദ്യം. അതേസമയം മാർക്കോ തമിഴ് പതിപ്പിന്റെ റിലീസ് ജനുവരി 3-നാണ്. ഉണ്ണി മുകുന്ദൻ ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന ചിത്രത്തിന് സംവിധാനം അനീഫ് അദേനിയാണ്. ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ്, ഉണ്ണി മുകുന്ദൻ ഫിലിംസ് എന്നീ ബാനറുകളിൽ ഷെരീഫ് മോഹനാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്.